എക്സാം ഹോളിലേക്ക് കയറുമ്പോൾ ടെൻഷൻ കാരണം പലതും മറന്നു പോകുന്നു എന്ന് തോന്നാറുണ്ടോ? ഇതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കഴിവതും എക്സാമിന്റെ തലേ ദിവസം അതുപോലെ എക്സാമിന്റെ ദിവസങ്ങളിൽ ഈ നോൺ വെജ് ഫുഡുകൾ കഴിവതും ഒഴിവാക്കുക കേട്ടോ. എസ്പെഷ്യലി ഹെവി ആയിട്ടുള്ള നോൺ വെജ് ഡയറ്റ് നമുക്ക് വളരെയധികം ക്ഷീണം തോന്നാനും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാനും കാരണമാവും. പിന്നെ നമുക്ക് പഠിക്കാനും ഉള്ള ഒരു മൂഡും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കും. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ലൈറ്റ് ആയിട്ടുള്ള വെജ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ എക്സാമിന് തലേദിവസം നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. എപ്പോഴും നമ്മുടെ ബ്രെയിനെ നന്നായിട്ട് ഫ്രഷ് അപ്പ് ആക്കി വെക്കുക. നല്ല നല്ല മ്യൂസിക് ഒക്കെ കേൾക്കുന്നതൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ കഴിവതും എക്സാം ഹോളിലൊക്കെ കയറുന്നതിന് മുന്നേ ഇങ്ങനെ ബുക്കൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് അതും ഇതൊക്കെ ഓടി നടന്ന് വായിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ ടെൻഷൻ കൂടാൻ അത് കാരണമാവും. അത് എന്താണെങ്കിലും നമ്മൾ പഠിച്ചതും കൂടെ മറന്നു പോകാനും കാരണമാവും കേട്ടോ. എക്സാം ഹോളിൽ കയറുന്ന ഒരു 15 മിനിറ്റിന് മുന്നേ നിങ്ങളെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് വെക്കുക. ബുക്കൊക്കെ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് മൈൻഡിൽ തന്നെ ഒന്ന് ആലോചിക്കാനൊക്കെ ശ്രമിക്കാം. അതല്ലാതെ ബുക്ക് നോക്കി വായിക്കുന്നത് ചെയ്യാതിരിക്കുക. പിന്നെ മൈൻഡ് റിലാക്സേഷൻ എക്സസൈസുകൾ വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ പോലുള്ളതൊക്കെ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ